ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. മസാല ഷവായ ഞാനും ഉണ്ടാക്കി, നല്ല ടേസ്റ്റിയാണ്. ഇതേപോലെ നമുക്ക് പുരലുണ്ടാക്കുന്നെങ്കിൽ കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് ഉണ്ടാവും. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ 20 കാശ്മീരി ചില്ലിയാണ് എടുത്തിന്. അതിലേക്ക് 2 കപ്പ് വെള്ളവും 1 കപ്പ് വിനീഗറും വെച്ച് കുതിർത്തെടുക്കണം. ഇതിനു വേണ്ടി ഞാൻ 1.5 കിലോൻ്റെ ചിക്കനാണ് എടുത്തിരുന്നത്. അതിനെ നല്ലപോലെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു കത്തി കൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കണം. അതിൻ്റെ മസാല എല്ലാം ഉള്ളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ഇനി ഇവിടെ നേരത്തെ കുതിർത്തി വെച്ച കാശ്മീരി ചില്ലി ഒരു മിക്സി ജാറിലിട്ടിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഇത് നല്ല പേസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റണം. ഇനി അതേ ജാറിലേക്ക് ഉള്ളി, ടൊമാറ്റോ, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില ഇതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഇപ്പോൾ നല്ല പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി അതിനെ അതേ ബൗളിലേക്കും ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എല്ലാം ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മസാലനെ ചിക്കനിലേക്ക് എല്ലാ ഭാഗത്തും എത്തും പോലെ നല്ലപോലെ തേച്ച് കൊടുക്കണം. എന്നിട്ടൊരു പാത്രത്തിലിട്ട് അതിൻ്റെ മസാലനെ അതിൻ്റെ മുകളിലേക്കിട്ട് ഫ്രിഡ്ജിൽ 4 മണിക്കൂർ വെക്കണം. 4 മണിക്കൂറിന് ശേഷം അതിനെ കുക്കറിലേക്ക് മാറ്റി അടുപ്പിൽ വെച്ച് 2 വിസിലാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അടുപ്പിലൊരു പാൻ വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഈ ചിക്കനെ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് അതേ ഓയിലിലേക്ക് ബാക്കിയുള്ള മസാലനെ ഒഴിച്ച് നല്ലപോലെ കുറുക്കിയെടുക്കണം. നല്ല കുറുക്കിയതിന് ശേഷം ഈ ചിക്കനെ അതിലേക്ക് ഇട്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ മസാല ഷവായ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം.